ഒരുക്കാനും കളിപ്പിക്കാനും ഒക്കെ. സീതയുടെ കുഞ്ഞിനെ തിരികെ ദൈവത്തിന് കൊടുത്താൽ കുഞ്ഞിമണിയെ തിരികെ കിട്ടുമെന്ന് മതികല്ല കുട്ടിമണിയെ വിശ്വസിപ്പിക്കുന്നു. കുട്ടിമണിയുള്ള വയലോരം വീട്ടിൽ കുഞ്ഞിന് സമാധാനമുണ്ടാകില്ല എന്ന് മതികല്ല വനജയോട് പറയുന്നു. കുഞ്ഞിനെയും സീതയെയും വയലോരം വീട്ടിൽ നിന്ന് വിടില്ല എന്ന നിലപാടിൽ ഉറച്ച് ബാലൻ കുഞ്ഞിനെ എടുക്കാനുള്ള ആഗ്രഹവുമായി കുട്ടിമണി ബാലന്റെ അടുത്തെത്തുന്നു. തുടർന്ന് കാണുക. ബാലനിങ്ങനെ കൈയും കൂട്ടിത്തിരുമ്മി പല്ലും കടിച്ച് നിന്നിട്ട് കാര്യമില്ല ബാല. ചില കാര്യങ്ങൾ ഉൾക്കൊള്ളണം. അത് മുതിർന്നവർ പറയുമ്പോൾ കേൾക്കുകയും വേണം. എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യം വരുന്നത് ഞാൻ മനസ്സിലാക്കുള്ളൂ. അല്ലാതെ എന്റെ പെങ്ങൾക്ക് ചെറിയ കുഴപ്പമുണ്ടെന്ന് കരുതി അവളെ എല്ലാരും കൂടി കുറ്റവാളി എന്ന മുദ്രകുത്തി കല്ലെറിയാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ആരും കുട്ടിമണിയെ കല്ലെറിഞ്ഞൊന്നുമില്ല. ഇവിടെ നടന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. അത് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നതുമാണ്. ഞാൻ ആശുപത്രിയിൽ വെച്ച് എത്രയോ തവണ സംസാരിച്ചതാ. അന്നേരം ബാലന് വലിയ ദേഷ്യമായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ എന്താ മോളെ? അതെ, എനിക്കൊരു കാര്യം ചോദിച്ചാനുണ്ട്. എന്താ? എനിക്ക് കുഞ്ഞാവെ ഒന്ന് എടുക്കാൻ തരോ? കുഞ്ഞുവാവെ നിനക്കെടുക്കാനോ? എന്തിന്? കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി വെക്കാനോ അതോ അതിന്റെ കഴുത്ത് ഞെരിച്ചു പിടിക്കാനോ? എനിക്ക് എടുക്കാനാ. എടുത്തിട്ട് ഇങ്ങനെ ഇറ്റ് പിടിച്ച് കളിപ്പിച്ചാനാ. അയ്യോ, കേട്ടില്ലേ പറയുന്നത്? പെണ്ണെ, ഇത് നിന്റെ വീടൊക്കെ ശരി തന്നെ എന്ന് വെച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. പോയി അകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കെ. കുഞ്ഞുവാവെ ചോദിച്ചു വന്നിരിക്കുന്നു. നിനക്ക് കുഞ്ഞുവാവെ തരത്തില്ല. ഇത് നിനക്ക് വളർത്താനുള്ള കുഞ്ഞുവാവയല്ല. ഇത് ബാലന്റെയും സീതയുടെയും കുഞ്ഞാ. അവർ വളർത്തിക്കോളും. നീ ഓമനിക്കുകയും താലോലിക്കുകയും കളിപ്പിക്കുകയും ഒന്നും വേണ്ട കേട്ടോ. മോളെ, എനിക്ക് കുഞ്ഞാവെ തന്നില്ല. ഞാൻ കുഞ്ഞാവെ ചോദിച്ചപ്പോ പൊക്കോളാൻ പറഞ്ഞു. കുട്ടിമണി ചോദിച്ചിട്ട് തന്നില്ല. ആരും തന്നില്ല. കുട്ടിമണിച്ചേ എടുക്കാനേ അങ്ങ് കൊടിയായിട്ടാ തന്നില്ല. നീയാ എന്റെ കുഞ്ഞുവനി, നീയാ, നീ മാത്രം. ഞാൻ എടുക്കാൻ ചോദിച്ചിട്ട് തന്നില്ല. കുഞ്ഞാവെ ഞാൻ കാണട്ടെ. ഒരു കടി ഞാൻ വെച്ചു കൊടുക്കും. ഉറപ്പായിട്ടും കൊടുക്കും. ഉറപ്പായിട്ടും കൊടുക്കും. മോളെ, മോളെ, അമ്മയാണോ? എന്റെ അമ്മയാണോ? അമ്മ എന്നെയാ ചാറ്റ് കളിച്ചുവാണോ? എനിക്ക് കാണാനൊന്നും പറ്റുന്നില്ലല്ലോ. എനിക്ക് എല്ലാരോടും പിറക്കുവാ. എന്റെ കുഞ്ഞുമണി പോയില്ലേ? നിന്റെ കുഞ്ഞുമണി പോയിട്ടില്ല. നിന്റെ കുഞ്ഞുമണിയെ നിനക്ക് കിട്ടും. ഉടനെ കിട്ടും. കിട്ടുവോ? ഉറപ്പായിട്ടും കിട്ടുവോ? സത്യം കിട്ടുവോ? അമ്മയല്ലേ പറയുന്നത്. സത്യമായിട്ടും കിട്ടും. മോള് വല്യേച്ചിയുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് കേട്ടോ. ആ കുഞ്ഞ് നിന്റെ കുഞ്ഞ് തന്നെയാ. കുഞ്ഞുമണി ആടിയത്. അതിനെ നല്ല സ്നേഹത്തോടെ നീ കാണണം. അതിന് നീ കാവലിരിക്കണം. അല്ലാതെ വഴക്കാളിത്തരമൊന്നും കാണിക്കല്ലേ. വലിയച്ചിയുടെ കുഞ്ഞിനോട് വഴക്ക് വേണ്ട. ചത്തു എന്റെ അമ്മയും പറഞ്ഞു ഒന്നും ചെയ്യണ്ടാന്ന്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇല്ല, എനിക്ക് തന്നില്ലല്ലോ. ഞാൻ കടിച്ചു. കടിച്ചു. ഇങ്ങനെ രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യും.
അല്ലരിക്ക് എങ്ങനെ കൊടുക്കട്ടെ കൊടുക്കട്ടെ. ഞാനേ നിന്നെ തൊട്ടിൽ കെട്ടിട്ട് പാട്ട് പാടാവേ കേട്ടോ. കിടന്നു നീ കിടന്നട്ടാ. അതൊക്കെ വാവയുടെ കിടന്നു. കുഞ്ഞേ കുഞ്ഞേ ഉറങ്ങൂ നീ, കുഞ്ഞിക്കണ്ണ് തുറക്കൂ നീ. അല്ല കുഞ്ഞിക്കണ്ണ് അടച്ചു നീ. കുഞ്ഞേ കുഞ്ഞേ ഉറങ്ങൂ നീ കുഞ്ഞി. ഞാനൊന്ന് കുഞ്ഞിനെ ചോദിച്ചപ്പോ താഴത്തില്ല. കുഞ്ഞമ്മ പിന്നെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടും? എന്റെ കൈ തന്നാലല്ലേ ഇഷ്ടപ്പെടൂ. അല്ലേ എങ്ങനെ അല്ലേ? കുഞ്ഞുമണിയെ കുഴിച്ചിടേണ്ട ഒരു കാര്യമില്ല. ഇത് കൊണ്ടങ്ങ് വെച്ചാ മതിയായിരുന്നു. മനുഷ്യൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ അടുത്ത് പോകുമ്പോ കുഴിച്ചിട്ടല്ലേ പറ്റൂന്ന്. കുഞ്ഞുമണിയെ കുഴിച്ചിട്ടോണ്ടല്ലേ. എന്നാലും എന്റെ കുഞ്ഞുമണിനെ എന്റെ അടുത്തുനിന്ന് അങ്ങ് പോയല്ലോ. അതുകൊണ്ടല്ലേ എനിക്കിപ്പൊ കളിപ്പിച്ചാനൊരു കുഞ്ഞാവില്ലാത്തത്. കുട്ടിമണി, ആഹാ ഇതെന്താ എന്നോട് പിണങ്ങിയോ? അതെ, കൊച്ചേച്ചിയോട് എന്തിനാ പിണങ്ങുന്നേ? കൊച്ചേച്ചി വന്നിട്ടല്ലേ ഞാൻ കുഞ്ഞാവെ എടുക്കാൻ ചോദിച്ചേ. എന്നിട്ട് അവരെനിക്ക് തന്നില്ല. കൊച്ചേച്ചി എന്തിനാ അത് പറഞ്ഞെന്ന് മനസ്സിലായോ? ഈ പറയുന്നത് പോലെ വല്യേച്ചിക്ക് കുട്ടിമണിയോട് ഇഷ്ടമുണ്ടോന്ന് അറിയാനാ. ആർക്കും കുട്ടിമണിയോട് ഇഷ്ടമല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അല്ല, ആ കുഞ്ഞിനെ അവർക്ക് കുട്ടിമണിയുടെ കൈ തന്നാൽ എന്താ? കുട്ടിമണി അതിനെ ഉപദ്രവിക്കൂ? ഞാൻ ഉപദ്രവിക്കട്ടൊന്നുമില്ല. ഞാൻ അതിനെ ശരിക്കും കണ്ടില്ലല്ലോ. കാണാനല്ലേ ചോദിച്ചേ. അപ്പൊ എല്ലാരും മുന്നേച്ച് എന്നെ കളിയാക്കി. കുഞ്ഞാവ് തരത്തില്ലെന്നും പറഞ്ഞു എന്നോട് ചൂടായില്ലേ വല്യേച്ചിയുടെ അമ്മയൊക്കെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവരെല്ലാവരും ഒറ്റ സെറ്റാ. കുട്ടിമണിക്ക് കുഞ്ഞിനെ തരത്തൊന്നുമില്ല. അതുകൊണ്ട് കുട്ടിമണി അതിനോട് വലിയ ഇഷ്ടമൊന്നും കാണിക്കുകയും വേണ്ട. അതെ, കൊച്ചേച്ചി ഒരു കാര്യം പറയാം. എന്നതാ? അപ്പുറത്തെ മുറിയിലെ കുഞ്ഞുവാവ തനിയെ കിടപ്പുണ്ട്. കുട്ടിമണിക്ക് കാണുകയും ചെയ്യാം, വേണമെങ്കിൽ ഒരു കടി വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഓ, കുഞ്ഞാവെ കടിച്ചാനോ? അതിനെന്താ, കുട്ടിമണിയുടെ കുഞ്ഞൊന്നും അല്ലല്ലോ. കുട്ടിമണിയുടെ പാവം കുഞ്ഞുമണിയെ കുഴിച്ചിട്ടില്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. ഈ കുഞ്ഞുവാവ വന്നതുകൊണ്ടല്ലേ കുട്ടിമണിയുടെ കുഞ്ഞുവാവെ ദൈവം കൊണ്ടുപോയത്. അപ്പൊ ഈ കുഞ്ഞുവാവയ്ക്ക് ഒരു കടി വെച്ചു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നല്ലൊരു കടി വെച്ചു കൊടുക്കണം. കടിക്കൊന്നും വേണ്ട, കുഞ്ഞാവ പാവം. എനിക്ക് കിങ്ങിനി പാവ പോലും കടിച്ചിരുന്നത് ഇഷ്ടമല്ല. കുഞ്ഞുമണിയോടുള്ള ഇഷ്ടം എനിക്ക് ആരോടും ഇല്ല. എങ്കിലും വല്യേച്ചിയുടെ കുഞ്ഞിനെ കടിച്ചാനൊന്നും ഞാനില്ല. ഇതോ എനിക്ക്. അതെ, കുഞ്ഞുമണിക്ക് സന്തോഷമാവും കുഞ്ഞുവാവയ്ക്ക് ഒരു കടി കൊടുത്ത. സന്തോഷാവോ? പിന്നല്ലാതെ. അങ്ങനെ കുഞ്ഞുവാവയ്ക്ക് ഒരു കടി കൊടുക്കുമ്പോ കുഞ്ഞുമണി സന്തോഷിച്ച് കൈയടിച്ച് ചിരിക്കും അങ്ങ് സ്വർഗത്തിലിരുന്ന്. കൊച്ചേച്ചല്ലേ പറഞ്ഞത് കുഞ്ഞുമണി സ്വർഗത്തിലല്ല നരകത്തിലാന്ന്. അത് ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. കുഞ്ഞുമണി സ്വർഗത്തിലാ. സ്വർഗത്തിലിരുന്ന എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. എന്നാലേ ദൈവത്തിന് ഇഷ്ടപ്പെടൂ. ഇല്ലെങ്കിൽ ദൈവം ഉന്തിത്തള്ളി നരകത്തിലോട്ട് വിടും. അപ്പോ കുഞ്ഞുമണിക്ക് സന്തോഷമാവാൻ കുഞ്ഞുവാവയ്ക്ക് ഒരു കടി. മനസ്സിലായോ? എന്നാ പിന്നെ കുട്ടിമണി വാ, കൊച്ചേച്ചിയുടെ കൂടെ വാ. കൊച്ചേച്ചിയുടെ കൂടെ വരുമ്പോഴേ ആരും സംശയിക്കത്തില്ല. വരണോ? വരണം. വാ, പെട്ടെന്ന് ചെന്ന് ഒറ്റ കടി കൊടുത്തിട്ട് വേഗം തിരിച്ചു വരണം. ആരെങ്കിലും വരുന്നുണ്ടെന്നേ കൊച്ചേച്ചി നോക്കിക്കോളാം.
ആ വാ 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 കുട്ടിമണി വാ, നടന്നോ. ദേ കണ്ടോ, ഇപ്പൊ ഇവിടെയെങ്ങും ആരുമില്ല. ചെല്ല്, പെട്ടെന്ന് ചെല്ല്. കൊച്ചേച്ചി ഇവിടെ നിന്നോളാം. കൊച്ചേച്ചി വാ, ഞാൻ തന്നെ പോന്നില്ല. ഞാനും കൂടി വരണോ? അല്ല, കൊച്ചേച്ചിയോട് ആർക്കും ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ. എന്നോടല്ലേ ഇഷ്ടക്കേട്? കൊച്ചേച്ചി വാ, എന്റെ കൂടെ വാ. വാ ചേച്ചി വാ. മോള് പെട്ടെന്ന് ചെല്ല്, പെട്ടെന്ന് ചെല്ല്. പെട്ടെന്ന് ചെന്നൊരു ഒറ്റ കടി കൊടുത്താ മതി. വേഗം ചെല്ല്. അയ്യോ, ആരെങ്കിലും വരുന്നതിന് പോ. ഓടിപ്പോ ഓടിപ്പോ. കുഞ്ഞുമനെ പോലെ തന്നെ ഇടിച്ചെന്നല്ലേ. എനിക്ക് കാണുമ്പോ അങ്ങ് ഇഷ്ടം തോന്നുവാ. കഴിച്ചാനേ തോന്നുന്നില്ല എനിക്ക്. നശിപ്പിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ? കുഞ്ഞുമണിക്ക് സന്തോഷാവണ്ടേ? സ്വർഗത്തിലിരിക്കുന്ന കുഞ്ഞുമണിയെ ദൈവം പൊത്തോന്ന് പറഞ്ഞ് നരകത്തിലേക്ക് ഇടണോ? അയ്യോ വേണ്ട വേണ്ട. ഒന്നാമതേ എന്റെ കുഞ്ഞുമണി ചത്തുപോയി. ഒന്നാമതേ എന്റെ കുഞ്ഞുമനെ കുഴിച്ചിട്ടു. പിന്നെ ഒന്നാമതേ എന്റെ കുഞ്ഞുമനെ അത് നരകത്തിലാ ചെന്നത്. അതാ ഞാൻ പറഞ്ഞത്. കുഞ്ഞുമണി നരകത്തിൽ ചെല്ലാതിരിക്കാനാ കൊച്ചേച്ചി പറയുന്നത്. ആ കൈ പിടിച്ചൊരു കടി ഇങ്ങ് വെച്ചു കൊടുക്ക്. പെട്ടെന്നാവട്ടെ കുട്ടിമണി, പെട്ടെന്ന്. കൊച്ചേച്ചി ഇവിടെ തന്നെ നിപ്പുണ്ട്. കടിച്ചു കഴിഞ്ഞ ഉടനെ കുട്ടിമണി ഇറങ്ങി ഓടിക്കണം. ബാക്കി കൊച്ചേച്ചി ഏറ്റു. കടിക്കണോ ചേച്ചി? വേണം, കയ്യിൽ വേണ്ട. ആ കവിളത്ത് തന്നെ ഒരു കടി വെച്ചു. കുഞ്ഞുമണിയല്ലേ ഇവിടുത്തെ രാജകുമാരി എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ കുഞ്ഞുമണി ഇല്ല. ഈ കൊച്ച ഇപ്പൊ ഇവിടുത്തെ രാജകുമാരി. അങ്ങനെ രാജകുമാരി സുന്ദരിയായിട്ട് കിടക്കൊന്നും വേണ്ട. ആ കവിളിൽ തന്നെ ഒരു കടി വെച്ചു കൊടുക്ക്. സൗന്ദര്യം മൊത്തം പോട്ടെ. അപ്പോ സ്വർഗത്തിലിരിക്കുന്ന കുഞ്ഞുമണി തന്നെ ഏറ്റവും സുന്ദരി. കടിക്ക് കടിക്ക്. കുട്ടിമണി, അമ്മ പറഞ്ഞത് മോള് മറന്നോ? ഇവള് നിന്റെ മോളല്ലേ? ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. നീ വേണം ഇവൾക്ക് കാവലായിട്ട് നിൽക്കാൻ. എനിക്ക് കടിച്ചാലൊന്നും പറ്റത്തില്ല ചേച്ചി. എനിക്ക് അതിനെ കാണുമ്പോ അങ്ങ് ഇഷ്ടം വരുവാ. ദേഷ്യം പറയത്തേ ഉള്ളൂ. പക്ഷെ എന്റെ ഉള്ളിലങ്ങ് ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ആ ഇഷ്ടം പുറത്ത് കാണിച്ചാൻ പറ്റത്തില്ല. ഞാനങ്ങനെ വേറെ കുഞ്ഞാവരുടെ ഇഷ്ടം കാണിച്ചാലേ കുഞ്ഞുമണി പിണങ്ങത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇഷ്ടം പുറത്ത് കാണിച്ചിട്ടില്ല. നിനക്ക് നോവിക്കാൻ വയ്യല്ലേ? പൊട്ടിക്ക് പെട്ടെന്ന് ബുദ്ധി ഉദിച്ചല്ലോ. ശരി, നീ നോവിച്ചെന്ന പേരില് ഒരു ഭൂകമ്പം ഇപ്പൊ ഞാൻ ഉണ്ടാക്കി തരാടി. സീതേ, കുഞ്ഞു കരയുന്നല്ലോ. അയ്യോ, എന്താ എന്തു പറ്റി? അതെ, ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് പറ. കുട്ടിമണി കുഞ്ഞിനെ കടിച്ചു. എന്ത്? കുട്ടിമണി കുഞ്ഞിനെ കടിച്ചെന്നോ?
കലമോൾ എന്തായി പറയുന്നേ? അതേ ബാലേട്ടാ, കുട്ടിമണി കുഞ്ഞിനെ കടിച്ചു. ഞാൻ ചെന്നപ്പോഴേ അവള് പമ്മി പമ്മി മുറിയുടെ അവിടെ നിൽക്കുക. ഞാൻ കണ്ടു അവള് കടിക്കുന്നത്. അതാ കുഞ്ഞ് കരയുന്നത്. അയ്യോ എന്റെ കുഞ്ഞ്. ബാല, ഇപ്പൊ മനസ്സിലായല്ലോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന്. ഇനിയെങ്കിലും കാര്യം മനസ്സിലാക്കും ബാല. അതെ വല്ലേട്ടാ, കുഞ്ഞ് കരയുന്നു. ബാലേട്ടൻ അവളെ നോക്കി പേടിപ്പിക്കാതെ അത് കുഞ്ഞിനെ പോയി നോക്ക്. അതിനെന്തെങ്കിലും പറ്റുമെന്ന് അറിയണ്ടേ? സീത, കുഞ്ഞിനെ കുട്ടിമണി കടിച്ചു എന്നുള്ള സത്യമാണോ? ബലട്ട, അതിനെ ഒരു പ്രശ്നമാക്കണ്ട. ഒന്നുമില്ല, ഇത് ചെറുതായിട്ട്. എന്തോന്ന് ചെറുതായിട്ട്? നീ എന്താടി മറച്ചു പിടിച്ച് സംസാരിക്കുന്നത്? ബാലനിത് കണ്ടോ? കുഞ്ഞിന്റെ കൈ കണ്ടോ? എന്നാലും ഇത് വലിയ കഷ്ടമായിപ്പോയി. ജനിച്ചിട്ട് 28 തികഞ്ഞിട്ടില്ല. അതിനെ കടിച്ചു കൊല്ലാൻ നോക്കാന്ന് വെച്ചാ ഇതൊക്കെ കൊണ്ടാ ഞങ്ങൾ പറഞ്ഞത് കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന്. ബാലൻ അന്നേരം സമ്മതിച്ചോ? ഇപ്പൊ ബാലൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ കണ്ടതുകൊണ്ട് മാത്രമാ കുട്ടിമണി ഇതിനെവിടെ ഇട്ടിട്ട് പോയത്. ഞാൻ നോക്കിയപ്പോ ഒരു വലിയ തലേനെടുത്ത് കുഞ്ഞിന്റെ മുഖത്തേക്ക് വെക്കാനുള്ള പരിപാടിയാ. അയ്യോ അയ്യോ. ബാലൻ എന്താ ഒന്നും പറയാനില്ലേ ഈ കാര്യത്തില്? ബാലൻ എന്ത് പറയാനാ? ബാലന് പെങ്ങളുടെ കാര്യമല്ലേ ഏറ്റവും വലുത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമ്മളോട് തർക്കിക്കാൻ വരും. ബാലൻ പോയി കുട്ടിമണിയോട് ചോദിക്കേ എന്തിനാ ഇത് ചെയ്തതെന്ന്. പോയി ചോദിക്കേ. അല്ലാതെ ഇങ്ങനെ കുഞ്ഞിനെ മിഴിച്ചു നോക്കിയിട്ട് എന്തിനാ? അങ്ങനെ നോക്കി നിൽക്കാനുള്ള അർഹത ഇല്ല ബാലന്. എനിക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആരും പറയണ്ട. കുട്ടിമണി കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും. ബലട്ട, വേണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കുട്ടിമണിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ഒന്നും മിണ്ടാതിരിക്കടി. നീ എന്തോന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാ? നീ എങ്ങനെങ്കിലും കുഞ്ഞിനെ തട്ടിപ്പൊത്തി ഉറക്കാന്നോ? പാവം, അത് വേദനിച്ചിട്ടാ കരയുന്നത്. സ്വന്തം കുഞ്ഞായി കിടന്ന് കരയുന്നത്. ബാലൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ഒന്നുമില്ലെങ്കിൽ പെങ്ങളൊന്ന് ഉപദേശിക്കെങ്കിലും ചെയ്യും. അതെ ബാലേട്ടാ. എടി, എന്നാ ലേട്ടാ, കുഞ്ഞാവയുടെ കരച്ചില് മാറിയാ? കുഞ്ഞാവയുടെ കരച്ചില് എന്തിനാണ് നീ കുഞ്ഞിനെ കടിച്ചത്? ഞാൻ കരച്ചൊന്നുമില്ല. കൊള്ളം പറയുന്നോടെ അസത്ത. നീ കുഞ്ഞിനെ നീ കടിച്ചില്ലേ? പിന്നെ എന്തിനാണ് കുഞ്ഞ് കരയുന്നത്? അയ്യോ, എനിക്കറിയത്തില്ല വല്ലേട്ടാ. നിനക്കറിയത്തില്ലെന്നോ? നീ കുഞ്ഞിന്റെ മുറി പോയായിരുന്നോ? ഞാൻ പോയായിരുന്നു. നീ മുറി പോയിട്ടുണ്ടെങ്കിൽ നീ കുഞ്ഞിനെ കടിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. ഞാൻ കടിച്ചില്ല, അത് പറഞ്ഞില്ലേ? നീ കടിച്ചു കാണും. അല്ലാതെ എങ്ങനെയാ കുഞ്ഞ് കരയുന്നത്? എന്നെ പറ്റി കള്ളം പറഞ്ഞുണ്ടല്ലോ. ഞാൻ കടിച്ചിട്ടില്ല. പിന്നെ കുഞ്ഞ് കരയുന്നതോ? കുഞ്ഞു കരയുന്നെങ്കിൽ എനിക്കറിയത്തില്ല. കുഞ്ഞു കരയുന്നെങ്കിൽ പോയി കുഞ്ഞാരെ കരച്ചിൽ മാറ്റാം. കണ്ടോ അവളുടെ അഹങ്കാരം? കാര്യം ചോദിച്ചപ്പോ കിടന്ന് ബഹളം വെക്കുന്നത് കണ്ടോ? ബാലൻ ചോദിച്ചിട്ട് അവൾക്ക് വല്ല കൂസലും ഉണ്ടോ? കുട്ടിമണി, നീ സത്യം പറ. കുഞ്ഞിനെ നീ ഉപദ്രവിച്ചോ? ബാലൻ ചോദിച്ചതിന് മറുപടി പറ. നീ കുഞ്ഞിനെ കടിച്ചോ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് കടിച്ചിട്ടില്ലാന്ന്. ഇനി എന്നോട് ചോദിച്ചാൽ നിന്റെ കണ്ണു മറി ഞാൻ കുത്തി പഠിച്ചു പറഞ്ഞേക്കാം. കള്ളം പറയുന്നോട് നീ ചോദിച്ച സത്യം പറയാൻ പാടില്ല നിനക്ക്. എന്തിനാണ് നീ കുഞ്ഞിനെ കടിച്ചേ? എന്തിനാണ്? വേണ്ട വേണ്ടെന്ന് വെക്കുന്നോറും മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനായിട്ട് നിന്നോടാ ചോദിച്ചേ. സത്യം പറയണ നീ. എന്തിനാ കുഞ്ഞിനെ കടിച്ചേ? സത്യം പറയാ. കൊല്ലി ഞാൻ. ബാലേട്ടാ, എന്താ ബാലേട്ടാ? എന്തിനാ കുട്ടി വേണ്ടി തല്ലുന്നേ? അവൾ എന്താ ചെയ്തെന്നറിയോ? രവേട്ടാ, കുട്ടിമണി കുഞ്ഞിനെ കടിച്ചു. മാറ് ബാലേട്ടാ. നിങ്ങളെന്താ ഭ്രാന്ത് പിടിച്ചോ? കുട്ടികളുടെ ശാരീരികാവസ്ഥ ബാലേട്ടൻ അറിയത്തില്ലേ? അവക്ക് എന്തുമാത്രം ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്തായാലും വളരെ കഷ്ടമായി പോയി. ഇത് വളരെ കഷ്ടമായി പോയി. അതെ, നിങ്ങളോട് എനിക്കൊരു ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. അത് നിങ്ങളായിട്ട് കളയരുത്. എന്ത് സ്നേഹം, എന്ത് ബഹുമാനം? സിജനെന്താ ഇവിടെ നടന്ന കാര്യത്തെ പറ്റി ഒന്നും പറയാത്തത്? ബാലേട്ടനെ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ഇവിടെ എന്ത് നടന്നാ? കുഞ്ഞിനെ കടിച്ചെന്നോ? അതിന്റെ പേരിൽ അവളിങ്ങനെ പട്ടിയെ പോലെ തല്ലേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാ? കുട്ടിമണി കൊണ്ട് അകത്തോട്ട് പോവാൻ.
സീതടുത്ത് ഇത് കണ്ടോണ്ട് നിന്നല്ലോ. കഷ്ടം. വാ കുട്ടി. ഇരിക്ക്. ഞാനൊരു 1000 തവണ പറഞ്ഞില്ലേ, ഇനി എങ്ങനെ ഞാൻ പറയണം? പറയാവുന്ന രീതിയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കുട്ടിമണി, ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത്, കുഞ്ഞിന്റെ അടുത്ത് പോകരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇനി എങ്ങനെ പറയണം? എന്നിട്ട് പോയാ കൊച്ചിനെ കടിച്ചേക്കുന്നു. ഞാൻ കടിച്ചിട്ടൊന്നുമില്ല, ഞാനൊരു ഉമ്മ കൊടുക്കാൻ പോയതേ ഉള്ളൂ. ഉമ്മ കൊടുത്തതിനാണോ അതിന്റെ കവിളി കടിച്ചെന്ന് പറഞ്ഞ് അവർ കിടന്ന് ബഹളം വയ്ക്കുന്നത്? കണ്ടില്ലേ വഴക്കുണ്ടായത് വല്യേട്ടന് ഞാൻ തമ്മിൽ? എന്നെ വല്യേട്ടൻ തല്ലി മനുഷ്യ, തല്ലി. കുട്ടിമണി അവരുടെ കുഞ്ഞിനെ കടിച്ചിട്ടല്ലേ തല്ലിയത്? കിട്ടിയത് മേടിച്ചോ? ഞാൻ കടിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേടാ, പിന്നെ നീ എന്തിനാ ഞാൻ കടിച്ചു കടിച്ചു എന്ന് പറയുന്നേ? കുഞ്ഞുമണി കടിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? കടിച്ചിട്ടില്ല. ഞാൻ ഇന്നൊരു മനുഷ്യനോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? കള്ളം പറയോ കുഞ്ഞുമണി, പറയോ? കുട്ടു, എനിക്കറിയത്തില്ല. ഞാൻ വന്നപ്പോ കേട്ട കാര്യം കുട്ടിമണി കുഞ്ഞിനെ കടിച്ചു എന്നാ. എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? ഇവിടെ തന്നെ ഇരിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഈ മുറിയിൽ നിന്ന് ഇറങ്ങി കുട്ടിമണി കുഞ്ഞിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കുട്ടിമണി കുഞ്ഞിനെ കടിച്ചിട്ടുണ്ട്, അതുറപ്പാ. അപ്പൊ കുഞ്ഞുമണി കള്ളം പറയുന്നതാണോ മനുഷ്യ? ഞാൻ കള്ളം പറയുന്നത് പറഞ്ഞല്ലടാ നീ. കള്ളം പറയുന്നത് പറഞ്ഞ മനുഷ്യ നീ. തല്ലടാ, നീ എന്നെ തല്ലി കൊല്ല്. കുട്ടു, എന്താ ഇത്? എന്താ? ചാട്ടാമണി മനുഷ്യ, ചാട്ടാമണി. എനിക്ക് കുഞ്ഞുമണി ഇല്ല. മറ്റേ കുഞ്ഞുമെ കാണാൻ പോയ ഭയങ്കര വഴക്ക. എനിക്ക് ചാട്ടാമണി മനുഷ്യ, ചാട്ടാമണി. കുട്ടു, എന്നെ കൂടെ അങ്ങ് കുഴിച്ചിട്, കുഴിച്ചിട്. എന്നെ കുഞ്ഞുമണിയുടെ അടുത്ത് കുഴിച്ചിട്. ഞാനും കുഞ്ഞുമണിയും അവിടെ കിടന്നോളാം. അപ്പൊ വേറെ കുഞ്ഞുമനും കാണാനല്ലോ, എന്റെ കുഞ്ഞുമണിയെ കാണാനല്ലോ. ഞാനൊന്നും ചെയ്തിട്ടില്ല മനുഷ്യ, ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കുഞ്ഞുമണിയാണ് സത്യം. ഞാനൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. എന്തായാലും ബാലേട്ടൻ കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്ത് ശരിയായില്ലെന്ന്? ആ പൊടിക്കൊച്ചിനെ പിടിച്ച് കടിച്ചത് ന്യായീകരിക്കാണ്. ആരും ആരെയും ന്യായീകരിച്ചൊന്നുമല്ല. കുട്ടിമണി ഒന്നാമത് ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലേ, അവള് പെറ്റണിട്ടൊരു പെൺകുട്ടിയല്ലേ, അവളുടെ കുഞ്ഞു മരിച്ചു പോയെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു പെണ്ണിനെയാണോ തോളത്തും പുറത്തൊക്കെ ഇങ്ങനെ അടിക്കുന്നേ? എടാ രവി, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് ബാലേട്ടൻ ന്യായം ഒന്നും പറയണ്ട. നിങ്ങളോട് ഞാൻ എത്രയൊക്കെ വഴക്കിട്ടാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു മതിപ്പും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം ഞാനൊരു എടുത്തിയാട്ടക്കാരനാ, പ്രശ്നക്കാരനാ, ഒക്കെ ശരിയാ. പക്ഷേ ബാലേട്ടൻ ഇതിന്റെ കാര്യമില്ലായിരുന്നു. മനസ്സിൽ നിങ്ങളോട് തർക്കിച്ചതിനും ബഹളം വെച്ചതിനും ഞാൻ ഒരു കുറ്റവും പറയത്തില്ല. അതാ ഞാൻ മനസ്സിന്റെ പക്ഷം ചേർന്ന് സംസാരിച്ചത്. രവി ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ. ഒരു പൊടിക്കൊച്ചിനെ ഉപദ്രവിച്ചതാണോ കാര്യം, അതോ 10-26 വയസ്സുള്ള പെണ്ണിനിട്ട് ഒരു അടി കൊടുത്തതാണോ കാര്യം? അവൾക്ക് 28-25 വയസ്സായിക്കോട്ടെ, അവൾക്ക് എന്തുമാത്രം ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല രവി. രവിയേട്ടാ, ഇങ്ങോട്ട് വാ രവിയേട്ടാ. രവിയേട്ടൻ എന്തിനാ ഇവരോട് സംസാരിക്കാൻ നിൽക്കുന്നത്? അതെ, രവി എന്തിനാ ഇടപെടാൻ പോകുന്നത്? ഞാൻ ഇടപെടരുതെന്ന് പറയാൻ നിങ്ങളാരാ? എന്റെ പെങ്ങളുടെ ദേഹത്തിലെ കൈവച്ചത്. എന്റെ രവി, പെങ്ങളെ തല്ലിയ മൂത്ത ആങ്ങളെ തന്നെയല്ലേ, അന്യരൊന്നും അല്ലല്ലോ. അതിന് ഞങ്ങളോട് രവി കയർക്കുന്ന എന്തിനാ? ഈ നിൽക്കുന്ന ബാലൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുഞ്ഞിനെ തല്ലിയില്ലേ? ആ, അപ്പൊ നിങ്ങൾക്ക് നൊന്തോ? അതുപോലെയല്ലേ കുട്ടിമണി? രവിയേട്ടാ, ഒന്ന് അകത്ത് പോ രവിയേട്ടാ, ചുമ്മാ വഴക്കുണ്ടാക്കല്ലേ പ്ലീസ്, ഒന്ന് ചെല്ല്.
ബാലേട്ടാ, മനസ്സജനുമായി സംസാരിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക കേട്ടോ. ഒരു വീട്ടിൽ ഇങ്ങനെ എന്നും സമാധാനം ഇല്ലാതായ പിന്നെ എങ്ങനാ? തലമോളെ, ശരിക്കും കുട്ടിമണി കുഞ്ഞിനെ കടിച്ചായിരുന്നു. പിന്നെ കടിക്കാനെന്നും പറഞ്ഞു പോയി. ഞാൻ വാതുക്കെ ചെന്ന് അരുതേ എന്ന് പറഞ്ഞു ചെല്ലുന്നതിന് മുമ്പേ സംഗതി നടന്നു. ആ കേട്ടോ ബാല, ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനിത് പറഞ്ഞൊന്ന് പറഞ്ഞ് എന്റെയും രവിയേട്ടന്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിക്കുകയോ കുട്ടിമണിക്ക് കടിക്കാൻ കൊടുക്കുകയോ സിംഹക്കൂട്ടിൽ എറിഞ്ഞു കൊടുക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാനൊന്നും പറയുന്നില്ല. അവസാനം മതികലെ വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിന്ന് പറഞ്ഞോണ്ടിരിക്കാൻ വേണ്ടി. ഞങ്ങളുടെ കൊച്ചിനെ എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ഞങ്ങളോട് ഉള്ളപ്പോ തന്നെ ഇത് സംഭവിച്ചല്ലോ. ആ, അല്ലെങ്കിൽ എല്ലാരും കൂടെ അങ്ങ് ഒളിച്ചേനെ. ആ അതെ, സീത പോലും പറയില്ല. അവള് ബാലന്റെ താളത്തിനൊത്ത് തുള്ളുന്നതാണല്ലോ രീതി. നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. ബാലൻ പെങ്ങളെ തല്ലിയതിന്റെ വിഷമത്തിൽ നിൽക്കുകയായിരിക്കും. അതിലെനിക്ക് വിഷമവും ഇല്ലാതില്ല. ആ, കുഞ്ഞിനെ കടിച്ചതിന് ബാലന് വിഷമമുണ്ടോ? അതിലും എനിക്ക് വിഷമമുണ്ട്. എനിക്ക് സ്നേഹം ഉണ്ടാകാനും വിഷമം ഉണ്ടാകാനും നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ബാലനോട് പറഞ്ഞു തരേണ്ടി വരും. ഇങ്ങനെ പോയാൽ താമസിയാതെ അത് ഉണ്ടാകും. അങ്ങനെ നമുക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാകാതിരിക്കാനും കൂടിയാ ബാലനോട് കാല് പിടിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ബാലന് ദുരഭിമാനം. അതെ, എനിക്ക് ദുരഭിമാനവും വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എന്റെ കുടുംബത്തിലാണ് കാണിക്കുന്നത്, പുറത്തൊന്നും കാണിക്കുന്നില്ലല്ലോ. ആ, പെങ്ങള് കേട്ടോ? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? നമുക്കുള്ള ദുരഭിമാനവും വാശിയും ഒക്കെ നമ്മുടെ വീട്ടിൽ കാണിച്ചാൽ മതി, വയലോരം വീട്ടിൽ കാണിക്കണ്ടെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ അങ്ങനെ തെളിച്ചു പറയണ്ടല്ലോ ബാല, അത് നമുക്ക് മനസ്സിലാകുമല്ലോ. ബാലൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, കുട്ടിമണിയെ എത്ര ന്യായീകരിച്ചാലും ശരി, ഇക്കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു തരുമ്പ് ദാക്ഷിണ്യവും കുട്ടിമണിയോട് തോന്നത്തില്ല. സീതയെ പോലെ പെറ്റെണീറ്റ പെണ്ണാ കുട്ടിമണി. എന്നാലെന്താ, ഒരു പ്രായമായ പെണ്ണല്ലേ. ഒരു പൊടിക്കൊച്ചിനെ ഉപദ്രവിക്കരുതെന്ന് ആളാമണ്ണ അവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ പമ്മി പോയി കുഞ്ഞിനെ ഉപദ്രവിച്ചത്? മതികല കണ്ടത് ഭാഗ്യം, ഇല്ലായിരുന്നെങ്കിലോ? കണ്ടില്ലെങ്കിൽ തള്ളയെ കൊന്നതുപോലെ ഒരു തലകണ എടുത്ത് ഒരു ഞെക്കിയാ പോരെ. നിർത്ത്, മതി. ആവശ്യത്തിന് പറഞ്ഞു, ചെയ്ത തെറ്റിന് ശിക്ഷിക്കുകയും ചെയ്തു. ഇനി പറഞ്ഞ് കാട് കയറി പോകണ്ട. അവളെ ഞങ്ങളുടെ ചോരയാ. അതുകൊണ്ട് തന്നെ കുളത്തിലെ പുഴയിലെ കൊണ്ടേ മുക്കിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ. ആ, ഇന്ന് ഞങ്ങളാരും പറഞ്ഞതുമില്ലല്ലോ. മറ്റുള്ളവരെ കൊല്ലാതിരിക്കാൻ നോക്കണമെന്നേ പറഞ്ഞുള്ളൂ. പെങ്ങളെ, ഇനി ഞാൻ ഇവിടെ വന്നാൽ ശരിയാകത്തില്ല. ആ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. നീ വരുന്നുണ്ടോ? വല്യണ്ണം പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. ആ, അതെന്താ? നീ ഇവിടെ സ്ഥിരതാമസത്തിന് നിൽക്കുകയാണോ? നീ നിന്റെ കുടുംബത്തൊന്നു നിന്നോ? നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ആ മരുന്ന് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കൊച്ചിനോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. 2 ദിവസം ഞാനിവിടെ ഒന്ന് നിന്നോട്ടെ. ആ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. കൊച്ചിനെ നോക്കാൻ ഒരാളുകൂടെ ഇവിടെ നിൽക്കുന്നത് നല്ലതാ. ബാക്കിയുള്ളവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. രവിയേട്ടൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? കുട്ടിമണിയെ ബാലേട്ടൻ തല്ലിയെങ്കിൽ അതിന് കാര്യമുള്ളതുകൊണ്ടാ. അവൾ എന്താ ചെയ്തെന്ന് രവിയേട്ടൻ അറിയാമോ? എന്ത് ചെയ്താലെന്താ? ഈ അവസ്ഥയിൽ അവളെ തല്ലുകയാണോ വേണ്ടത്? അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ബാലേട്ടനുള്ള അതേ അവകാശമേ എനിക്കുണ്ട്. ഇക്കാര്യത്തിൽ മനസ്സിന്റെ പക്ഷത്താണ് ഞാനും. മനുഷ്യ, നിങ്ങൾ ആരുടെയും പക്ഷം പിടിക്കാനൊന്നും പോണ്ട. വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ ശത്രുത പിടിച്ചു മേടിക്കുന്നത്? അല്ല, ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ എന്നെ ശത്രുവായിട്ടേ കാണത്തുള്ളൂ. അതങ്ങനെയാണല്ലോ. നീ എന്റെ ശത്രുപക്ഷത്താണല്ലോ എന്ന് നിന്നിട്ടുള്ളത്. രവിയേട്ട, ഞാൻ എന്തെങ്കിലും പറയുമ്പോ ചിലപ്പോ ശബ്ദം ഉയർന്നിരിക്കും. അല്ലെങ്കിൽ രവിയേട്ടന് ഞാൻ വഴക്കുണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നതായിരിക്കും. ചിലപ്പം ശരിക്കും വഴക്കായിരിക്കും. പക്ഷെ അതിന് പിന്നിലെ റീസൺ രവിയേട്ടൻ മനസ്സിലാക്കണം. ദേ, ഞാൻ പറയുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. ബാലേട്ടനും മനസ്സജനും ഒക്കെ എപ്പോഴും ഒന്നിച്ചു നിൽക്കുന്ന ആൾക്കാരാ. അവരൊന്നിച്ചു നിന്ന് രവിയേട്ടനെ എന്നും തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ, എന്നെയും തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോ ബാലേട്ടനെ സംബന്ധിച്ച് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴാ ആളാകെ മാറിയത്. ബാലേട്ടനിപ്പോ ആരെയും വേണ്ട, ഭാര്യയും കുഞ്ഞും മാത്രം മതി. ഒരു കാര്യം ബാലേട്ടൻ മറന്നു. ബാലേട്ടന്റെ ഭാര്യ
ഇവിടെ നിന്ന് പോയപ്പോ ഗർഭിണിയല്ല, തിരിച്ചു വന്നപ്പോഴാണ് ഗർഭിണി. ആരുടെ കുട്ടിയാണെന്ന് പോലും അറിയത്തില്ല. ഈ പറയുന്ന മനസ്സിനെ വെച്ചാ ഈ കഥ മൊത്തം കേട്ടത്. അതൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാ? അതൊന്നും ശരിയല്ലെന്ന് എപ്പോഴേ ബോധ്യപ്പെട്ടതാ. അതൊക്കെ എനിക്കും അറിയാം, ബാലേട്ടനും അറിയാം. ഓ, നിങ്ങൾക്കും അറിയാമോ? ആ. നിങ്ങളെന്തിനാ ഇതൊക്കെ മനസ്സിലാക്കാനും ബോധ്യപ്പെടാനൊക്കെ നിൽക്കുന്നത്? നിങ്ങൾ എന്റെ കാര്യങ്ങൾ നോക്കിയാ പോരെ? നിന്റെ കാര്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. വെറുതെ വഴക്കിന് നിൽക്കരുത് കേട്ടോ. ഞാനിപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാ, കുട്ടിമണി ഒരു തെറ്റ് ചെയ്തു. കുട്ടിമണിയുടെ മൂത്ത ചേട്ടൻ എന്ന നിലയിൽ അവളെ ശിക്ഷിക്കാൻ ബാലേട്ടന് അവകാശമുണ്ട്. അതുകൊണ്ട് അവളെ ശിക്ഷിക്കുന്നു. രവിയേട്ടൻ ചുമ്മാ അതിനിടയ്ക്ക് പോയി വഴക്കുണ്ടാക്കാനും മോശക്കാരനാവാനൊന്നും നിൽക്കണ്ട. ഞാൻ എന്റെ ഭർത്താവിനോട് എന്റെ കടമയായിട്ടാ ഇതൊക്കെ പറയുന്നത്. നാളെ ഇവരെല്ലാം അങ്ങ് ഒന്നിക്കും, രവിയേട്ടൻ ഒറ്റപ്പെടും. വേണമെങ്കിൽ കുട്ടിമണി ഒറ്റയ്ക്ക് നിൽക്കുമ്പോ പോയൊന്ന് ആശ്വസിപ്പിക്കേ. കുട്ടിമണിയെ പറഞ്ഞ് നേരെയാക്കാൻ ശ്രമിക്കാം. അല്ലാതെ വെറുതെ ബാലേട്ടനോടൊന്നും പറയാൻ പോണ്ട. കുട്ടിമണിയോട് ഒന്ന് സംസാരിക്കണം. അവളെ ഇങ്ങനെ പോയ ശരിയാവത്തില്ല. അതാണ് ഹോ, സന്തോഷായി രവിയേട്ടാ, സന്തോഷമായി. ഒരു തവണയെങ്കിലും എന്റെ വാക്ക് കേൾക്കാന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് സന്തോഷമായി. കുട്ടിമണിയെ ഉപദേശിച്ചു കഴിഞ്ഞ ഇവിടുത്തെ പ്രശ്നങ്ങൾ പകുതിയും തീർന്നു. ഇന്നവള് ആ കൊച്ചു കുഞ്ഞിനെ കടിച്ചു രവിയേട്ടാ. ഞാനത് വിശ്വസിക്കുന്നില്ല. അവള് കുഞ്ഞിനെ കടിച്ചു വന്ന്. കടിച്ചു? ഞാൻ കണ്ടതല്ലേ. കടിക്കുന്നത് നീ കണ്ടോ? കടിക്കുന്നത് കണ്ടില്ല, കുഞ്ഞിന്റെ കൈയെല്ലാം ചുവന്നിരിക്കുന്നത് കണ്ടു. തന്നെത്താൻ വായിൽ വെച്ച് കടിക്കാൻ അതിന് പല്ലില്ലല്ലോ. എന്തായാലും വലിയ കഷ്ടം തന്നെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ സമയം കിട്ടുമ്പോ കുട്ടിമണി ഒന്ന് ഉപദേശിക്കാൻ. എന്റെ രവിയേട്ട, ആ കൊച്ചു കുഞ്ഞിനെ അവള് പിടിക്കോ തിരിക്കോ ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിയ വീണ്ടും നിങ്ങളുടെ പെങ്ങള് പോലീസ്, കോടതി, അതൊന്നും ഇനി ഉണ്ടാവാതിരിക്കാനാ ഞാൻ ഈ പറയുന്നത്. മനസ്സിലായോ? എന്നാലും എന്തൊരു പണിയാ കാണിച്ചത്. കൊച്ചു കുഞ്ഞിന്റെ കൈ പിടിച്ച് കടിക്കാന്നൊക്കെ പറഞ്ഞ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അമ്മേ, അത് പിന്നെയും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതെ. ബാലൻ കണ്ടല്ലോ, ഞങ്ങള് പറഞ്ഞപ്പോ ബാലിന് ഭയങ്കര തർക്കമായിരുന്നല്ലോ. അവസാനം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ബാലിന് പെങ്ങളെ തല്ലേണ്ടി വന്നില്ലേ? സംഭവിച്ചു പോയില്ലേ, ഇനി ശ്രദ്ധിക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും? പുറത്തൊരു കഴിവറുണ്ടാക്കിയിട്ട് കുട്ടിമണിയെ കൊണ്ട് തൂക്കി കൊല്ലാൻ പറ്റുമോ? ഞങ്ങളൊന്നും പറയുന്നില്ല ബാല, ഞങ്ങൾക്കിതൊന്നും കണ്ടോണ്ട് നിൽക്കാനുള്ള ത്രാണിയില്ല. പൊടിക്കൊച്ചിന്റെ കൈ പിടിച്ച് കടിക്കുക, അതിനെ ഉപദ്രവിക്കുക, ഇച്ചിരി മുതിർന്നിട്ടാണെങ്കിലും വേണ്ടില്ല, അതിനെന്നെ ഒന്നും ചെയ്യല്ലേന്നെങ്കിലും പറയാലോ. എന്റെ അമ്മയെ ഒന്ന് നിർത്ത്. എന്താ സിജ? ഓ, കുട്ടിമണി എന്തൊക്കെ ചെയ്തു എന്നറിയാൻ വന്നതായിരിക്കും അല്ലേ? അയ്യോ, അത് അവൾ അറിയാതെ. അവള് സ്നേഹം കൊണ്ടായിരിക്കും, അല്ലാതെ ദേഷ്യം കൊണ്ടൊന്നും ആയിരിക്കത്തില്ല. ദേഷ്യം കൊണ്ട് തന്നെയാ. എന്റെ അടുത്ത് വന്ന് കുഞ്ഞിനെ ചോദിച്ചായിരുന്നു, ഞാൻ കൊടുത്തില്ല. എന്ത് വിശ്വാസത്തിലാ ഞാൻ അവളുടെ ഈ കുഞ്ഞിനെ കൊടുക്കുന്നേ? കുട്ടിമണി ഉപദ്രവിക്കുമെന്നുള്ള മുൻധാരണ കൊണ്ടൊന്നും അല്ല. കുട്ടിമണിക്ക് കുഞ്ഞുങ്ങളെ എടുത്ത് ശീലമുണ്ടോ? കയ്യിന്ന് താഴെ എങ്ങാനും പോയാലോ? അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ആ ദേഷ്യത്തിന് ചെയ്തതാ ഉറപ്പ്. എന്നാലും മനസ്സിലാ, ഇത് കുറച്ച് കടുപ്പമായി പോയി കേട്ടോ. ഞങ്ങള് ബാലനോട് പറഞ്ഞ് ബാലന് ഞങ്ങളുമായിട്ടുള്ള ബന്ധവും കൂടി പോയി. അതുകൊണ്ട് മനസ്സിൽ ഞാൻ കുട്ടിമണിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കണം. ഉള്ള ബുദ്ധിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഞങ്ങൾ എന്തു പറഞ്ഞാലും ബാലന് ദേഷ്യ. ഞങ്ങള് പെങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിട്ടാ ബാലന് തോന്നുന്നത്. ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറയാം. ബാലേട്ടാ, സീതടുത്തി ക്ഷമിക്കണം. കുട്ടിമണിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക, കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക. ഈ കുഞ്ഞിനോട് ഞാൻ മാപ്പ് ചോദിക്കുക. എന്റെ പൊന്നെ, ക്ഷമിക്കണേ. അവക്കറിയാൻ വയ്യാത്തതുകൊണ്ടാ. വലുതാവുമ്പോ പൊന്നിന് മനസ്സിലാവും നിന്റെ അപ്പച്ചൊരു പാവമാണെന്ന്.
ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രസംഗം വേണ്ട, മനസ്സിലായല്ലോ? ബാലനെ അങ്ങനെയൊക്കെ പറയും. നിന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കേണ്ടത് നീയാ. നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിലേ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കും. നമ്മൾ എന്തു പറഞ്ഞാലും ബാലൻ ഇഷ്ടപ്പെടത്തില്ലെന്ന് മനസ്സിലായല്ലോ. കുഞ്ഞിനെ ബാലന്റെ പെങ്ങൾക്ക് തട്ടിക്കളിക്കാൻ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? അമ്മേ ഒന്ന് നിർത്ത്. ഇനി അതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട. വഴക്കല്ലല്ലോ, കാര്യം പറയുന്നതല്ലേ. വല്യണ്ണൻ ഇറങ്ങിപ്പോയത് കണ്ടല്ലോ. വല്യണ്ണന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിച്ചു കാണത്തില്ല. അതാ ചാടിത്തുള്ളി ഇറങ്ങിപ്പോയത്. ബാലേട്ടനോട് എങ്ങോട്ടെങ്കിലും മാറാമെന്ന് പറഞ്ഞാലോ എന്ന് ആലോചിക്കുക ഞാൻ. നല്ല കാര്യം. നിങ്ങൾ രണ്ടും കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നീ അവിടെ വന്ന് നിന്നാ ഭർത്താവ് വരത്തില്ല. അപ്പൊ എവിടെയെങ്കിലും ഒരു ചെറിയ വാടക വീട് എടുക്ക്. ബാലേട്ടന്റെ ഇന്നത്തെ അവസ്ഥയില് ഒരു വാടക വീട് എടുക്കാന്നൊക്കെ പറഞ്ഞാ ബുദ്ധിമുട്ടാ. പൈസയുടെ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് അറിയാലോ. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി പൈസയുടെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയുള്ളൂ. ഇനി എന്തെല്ലാം കാര്യങ്ങളാ. ഇതൊന്നും നാളെ മറ്റന്നാളെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അമ്മേ. എന്തായാലും ബാലേട്ടനോടൊന്ന് സംസാരിക്കണം. ബാലേട്ടന്റെ മനസ്സൊന്ന് തണുക്കട്ടെ. ആകെ അസ്വസ്ഥതപ്പെട്ടാ പോയത്. കുട്ടിമണിയെ തല്ലിയതും ഒരു വിഷമമായി കാണും. പിന്നെ കുട്ടിമണിയെ തല്ലി പൊടിക്കൊച്ചിന്റെ കൈ പിടിച്ച് കടിച്ചു പറിച്ചതിനെക്കാട്ടിലും സങ്കടം അതിനാണോ? അങ്ങനെയാണെങ്കിൽ ബാലിനോട് സംസാരിച്ചിട്ട് ഇനി കാര്യമൊന്നുമില്ല. എന്നുവെച്ച് എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറ്റുമോ? നാളെ കുഞ്ഞിന് അച്ഛൻ വേണ്ടേ? എല്ലാം ശരിയാ. ആർക്കും ആരെയും വിട്ടുകളയാൻ പറ്റത്തില്ല. അങ്ങനെ പരസ്പരം കോർത്തു പിടിച്ച് നിൽക്കുമ്പോഴും കാണിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലോ, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. അതേപ്പറ്റി മാത്രമേ ഇവിടെ ബാക്കിയുള്ളവർ പറയുന്നുള്ളൂ. അതല്ലെങ്കിലും അങ്ങനെയാ. ഭാര്യ വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞാ അത് വലിയ പ്രശ്നോ. അവരെന്തു പറഞ്ഞാലും അംഗീകരിക്കാനും പാടാ. അഭിമാനം പോകുന്നത് പോലെ. അമ്മ ഇനി ബാലേട്ടനോട് സംസാരിക്കാനൊന്നും പോകണ്ട. എന്തായാലും 2-3 ദിവസം അമ്മ ഇവിടെ ഉണ്ടല്ലോ. അന്നേരം കുഞ്ഞിനെ അങ്ങ് നോക്കിയാ മതി. കുഞ്ഞ് ഒറ്റയ്ക്കാണെന്നുള്ള പേടി വേണ്ടല്ലോ. ഞാൻ നോക്കിക്കോളാം. അയ്യോ, ആ കവർ ഇങ്ങെടുത്തോണ്ട് വരട്ടെ. ഇന്നാ നീ പിടിച്ചോ. കരയണ്ട, കരയണ്ട, കരയണ്ട. കരയല്ലേ. നമുക്കേ ഡ്രസ് ഇടാം. സുന്ദരിയേ, വരുന്ന വഴിക്കേ ആ ആര്യവൈദ്യശാലയിൽ വാങ്ങിയതാ. എല്ലാം കൃത്യമായിട്ട് കഴിച്ചോളാം. ഇടാവേ. എന്താ ഇനിയും കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വന്നാണോ? അല്ല. നീ ഇപ്പൊ എന്തിനാ കുഞ്ഞിനെ കടിച്ചത്? അതുകൊണ്ടല്ലേ തല്ല് കിട്ടിയത്? ഞാൻ കടിച്ചൊന്നുമില്ല, സത്യമായിട്ട് കടിച്ചില്ല. കണ്ടോ കണ്ടോ, പിന്നെയും കള്ളം പറയുന്നത് കണ്ടോ? കുട്ടിമണി പൊക്കോ. വല്യേച്ചി പിന്നെ കുട്ടിമണിയോട് സംസാരിച്ചോളാവേ. അതെന്നതാ വല്യേച്ചി, പായസമാണോ? ഷോ നശിപ്പിച്ചു. മരുന്നിന്റെ ഗുണം മുഴുവനും പോയി. കണ്ടില്ലേ കൊതിയോടെ നോക്കി നിൽക്കുന്നത്. അമ്മയൊന്നും മിണ്ടാതിരി. കുട്ടിമണിക്ക് അറിയാമോ ഇതെന്താണെന്ന്? അറിയാൻ വയ്യെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. കുട്ടിമണി, ഇത് പ്രസവ ശുശ്രൂഷ മരുന്നുകളാ, ലേഹ്യം. മനസ്സിലായോ? മധുരമുള്ള മരുന്നാണോ? എങ്കിൽ എനിക്കൂടെ തരോ? സീതേ, ഇനി ഈ മരുന്ന് കഴിച്ചിട്ട് ഒരു ഫലവും ഇല്ല. കുട്ടിമണിക്ക് തരാനൊന്നുമില്ല. പോയി മനസ്സിനോട് വാങ്ങിച്ചു തരാൻ പറ. അത് പിന്നെ അല്ല മനസ്സിജ, അമ്മ വെറുതെ പറഞ്ഞതാ, കാര്യമാക്കണ്ട. ഏയ്, ഞാനത് കാര്യമാക്കുന്നില്ല. എന്തിനാ കാര്യമാക്കുന്നേ? അമ്മ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമല്ലേ. സീതേടത്തേക്ക് വേണ്ടത് സീതേടത്തിയുടെ വീട്ടുകാർ കൊണ്ടുവന്നു. കുട്ടിമണിക്കും ഒരു കുഞ്ഞുണ്ടായതല്ലേ. കുഞ്ഞും മരിച്ചുപോയെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇവൾക്കും പ്രസവ ശുശ്രൂഷ ചെയ്തല്ലേ പറ്റൂ. അത് ചെയ്യാൻ ഞാനുണ്ട്. കുട്ടു വാ, വാ, ഔട്ടു. എന്തായാലും അതിത്തിരി മോശമായിപ്പോയി അമ്മേ. എന്തു മോശം? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്.
എടി, ഒരു മരുന്ന് കൊണ്ടുവയ്ക്കുമ്പോ അതി നോക്കി കൊതിവെള്ളം ഇറക്കാൻ പാടില്ല. അത് നീ ചെയ്താലും തെറ്റാ. കുട്ടിമണിക്ക് എന്തറിയാവോ അമ്മേ? അതുകൊണ്ടല്ലേ അവൾ ചോദിച്ചത്. ഭക്ഷണം കുട്ടിമണിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് അമ്മയ്ക്കറിയാലോ. അവൾക്ക് ഇത് കണ്ടപ്പോ പായസമാണെന്ന് തോന്നിക്കാണും. അതുകൊണ്ടല്ലേ അവള് ചോദിച്ചത്. എന്ന് വെച്ച് ഈ മരുന്നിന്റെ ഗുണം പറന്നു പോകത്തൊന്നും ഇല്ലല്ലോ. ആ, പറന്നു പോകും. നിനക്കതറിയാൻ വയ്യാത്തോണ്ടാ. വല്യണ്ണം പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ച മരുന്നാ. ഇതിന്റെ ഗുണം പോകും. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്. മനസ്സിജൻ മോശമായിപ്പോയി. വല്ലാത്ത വിഷമായിപ്പോയി എനിക്ക്. നീ ആവശ്യമില്ലാത്തതിനൊക്കെ വിഷമിക്കുന്നത് എന്തിനാ? മനസ്സിന് കാര്യം മനസ്സിലായല്ലോ. അതല്ലേ അവൻ പറഞ്ഞത്. കുട്ടിമണിയുടെ കാര്യം നോക്കേണ്ടത് മനസ്സിജനാ, നിന്റെ കാര്യം നോക്കേണ്ടത് ഞങ്ങളാ. കുട്ടിമണിക്ക് ഇപ്പൊ നോക്കാൻ അമ്മയും അച്ഛനും ഒന്നും ഇല്ലല്ലോ അമ്മേ. ഇവിടുത്തെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അവരിപ്പൊ കുട്ടിമണിയെ പൊന്നുപോലെ നോക്കത്തില്ലേ? അവളുടെ കാര്യങ്ങളെല്ലാം അവര് ചെയ്യത്തില്ലായിരുന്നോ? അതൊക്കെ ശരിയാ സീതേ. എനിക്കങ്ങനെ കൂടുതൽ കടന്നു ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് നിന്റെ കാര്യം മാത്രം ചിന്തിച്ചാ മതി. കുട്ടിമണിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നതാ. എന്റെ കൊച്ചിനെ നോവിച്ചതോടെ ആ ഇഷ്ടം കുറഞ്ഞു. അതാരായാലും കുറഞ്ഞു പോവും. എനിക്കെന്റെ കൊച്ചുമോളാ വലുത്. കുട്ടിമണിയെ ഇവിടുത്തെ മതികലയുടെ അമ്മ ദ്രോഹിച്ച പോലെ എങ്ങാൻ ഞാൻ ദ്രോഹിച്ചോ? ഇല്ലല്ലോ. ഞാൻ കാര്യം തുറന്നങ്ങ് പറഞ്ഞു. മതികലയുടെ അമ്മയെ പോലെയാണോ നമ്മള് കുറച്ചുകൂടി? എന്തു കുറച്ചുകൂടി? അവര് പണക്കാര്, നമ്മള് പണമില്ലാത്തവര് എന്നുവെച്ച് നമ്മൾ മിണ്ടാതിരിക്കണോ? കണ്ട കാര്യത്തിലെ തെറ്റും കുറ്റവും ഞാൻ പറയും. അതാർക്കൊക്കെ വേദനിച്ചാലും ഞാൻ പറയും. നീ ഒരു കാര്യം ചിന്തിക്കണം. നീ ഗർഭിണിയായിരുന്നപ്പോ നിന്നെ വീട്ടിൽ കൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞപ്പോ ബാലൻ സമ്മതിച്ചോ? വല്യണ്ണൻ ആരുടെയും മുമ്പിൽ തല കുനിച്ചിട്ടില്ലാത്ത ആളാ. അങ്ങേര് പറഞ്ഞിട്ട് ബാലൻ അനുസരിച്ചോ? അത് കഴിഞ്ഞ് പ്രസവത്തിന് ശേഷം 56 ദിവസമെങ്കിലും അവിടെ നിർത്താൻ പറഞ്ഞു. കുഞ്ഞിനെ നോക്കാനും നിന്റെ ശുശ്രൂഷയ്ക്കും ഒരാളെ നിർത്താന്ന് പറഞ്ഞു. എന്നിട്ട് കേട്ടോ, നിന്റെ കാര്യങ്ങളൊക്കെ നീ തനിയെ ചെയ്യുന്നു. ഒരാളെ നിർത്താൻ ബാലന് പറ്റിയോ? ഇല്ലല്ലോ. പോക്കറ്റിലൊന്നുമില്ലെങ്കിലും മനസ്സ് നിറയെ ദുരഭിമാനവും ദുർവാശിയുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ തോറ്റുപോയില്ലേ? 2 കുടുംബങ്ങൾ തമ്മിലുള്ള മത്സരമാണോ അമ്മേ ജീവിതം? മത്സരമല്ല. കാര്യം പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. ആരും തമ്മിലുള്ള മത്സരമല്ല ജീവിതം. പരസ്പരമുള്ള വിട്ടുവീഴ്ചകളാണ് ജീവിതം. അത് മനസ്സിലാക്കണം. എന്നിട്ട് എല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും കുഞ്ഞിന്റെ ജീവന് ഭീഷണിയായിട്ടും അതിന് മിണ്ടാട്ടമില്ല. അതിന് കാരണക്കാരി ബാലന്റെ പെങ്ങളും. അത് പറഞ്ഞു പോയാ പറയുന്നവരെല്ലാം കുറ്റക്കാര്. അപ്പോ നമുക്കേ ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയത്തുള്ളൂ സീതെ. അത്രയ്ക്കുള്ള പഠിപ്പും ബോധമൊക്കെ ഉള്ളൂ. അല്ലാതെ കുട്ടിമണിയുടെ പ്രസവ ശുശ്രൂഷ ചെയ്യേണ്ട കാര്യമൊന്നും നമുക്കില്ല. അങ്ങനെ വേണോന്ന് പറഞ്ഞില്ലല്ലോ അമ്മേ. അല്ല, കുട്ടിമണിയോട് ഞാൻ അത്രയും പറഞ്ഞപ്പം നിനക്ക് കൂടി അങ്ങ് പൊള്ളിയല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എനിക്ക് പൊള്ളി. അവൾക്ക് ബുദ്ധിയില്ല. കുപ്പിയിലിരിക്കുന്നത് പായസമാണെന്ന് കരുതി ചോദിച്ചു. തരാവെന്നോ ഇല്ലെന്നോ പറഞ്ഞു ഒഴിവാക്കിയാ പോരായിരുന്നോ? അല്ലാതെ മുഖം കടുപ്പിച്ച് സംസാരിക്കണ്ടായിരുന്നു. ആ, വല്ലപ്പോഴും ഞാനും ഇത്തിരി മോൻ കടുപ്പിച്ചൊക്കെ സംസാരിക്കണ്ടേ? കൂടുതൽ പാവമാവുമ്പോഴാ എല്ലാരും തോളി കയറി നിരങ്ങുന്നത്. അപ്പോ അതിനി വേണ്ട. അതിന്റെ പേരിൽ കുട്ടിമണി മനസ്സിനും ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയാലും രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം കൊച്ചിന്റെ കാര്യത്തിൽ അത്ര സമാധാനമായല്ലോ. ഞാൻ അമ്മയോടൊന്നും പറയുന്നില്ല. ദേ, അമ്മ കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഇരുന്നോണം. ഞാൻ അടുക്കളയിലോട്ടൊന്ന് ചെല്ലട്ടെ. ആ പിന്നെ, ഇനി കുട്ടിമണി കുഞ്ഞിനെ കടിച്ച കാര്യത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ഇവിടെ ഒരു സംസാരം ഉണ്ടാകാൻ പാടില്ല. ആ കാര്യം കഴിഞ്ഞു. മനസ്സിനും കുട്ടിമണിയും വന്ന് ക്ഷമയും ചോദിച്ചു. ഓ, അതുകൊണ്ട് കൊച്ചിന്റെ വേദന അങ്ങ് പറന്നു പോയല്ലോ. ഞാൻ പറഞ്ഞു അമ്മയോട് ആ വിഷയം ഇവിടെ നിർത്തിയേക്കാൻ. ഈ പ്രശ്നം ഇവിടെ തീരട്ടെ. അതിപ്പിടിച്ചിനി വേറെ ഒരു പ്രശ്നം തുടങ്ങണ്ടല്ലോ. ദേ, കുഞ്ഞു കരഞ്ഞ ഒന്ന് വിളിച്ചേക്കണം. വായി, ഇന്നത്തെ കച്ചവടം നേരത്തെ തീർന്നു. അപ്പൊ നിങ്ങളൊന്ന് കാണാന്ന് വെച്ചു. എന്തേ കുട്ടിമണിപ്പെങ്ങള്? ഇതാ, ഇത് കുട്ടിമണിപ്പെങ്ങൾക്ക് വാങ്ങിച്ച. എന്താ വായി, എന്തു പറ്റി? മുഖം വല്ലാതിരിക്കണല്ലോ. എനിക്കറിയത്തില്ല വിച്ചളെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന്, എന്തൊക്കെയാ കേൾക്കുന്നതെന്ന്. കുട്ടിമണി എന്തുണ്ടായി?
ഞാൻ അവളെ വിളിക്കാം. ഭായി തന്നെ അവളോട് ചോദിക്കും. മനുഷ്യ, എന്നെ ഇനിയും തല്ലാൻ കൊണ്ടുപോവാനോ? എന്നെ ഈ ടോള് നന്നായിട്ട് നോവുന്നുണ്ട്. എന്നെ ഇനിയും തല്ലല്ലേ മനുഷ്യ, തല്ലല്ലേ. ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞല്ലേ. എന്റെ നോവുണ്ട്.